ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ ഗണമേ നരരക്ഷകനാം മിശിഹായേ ദിവ്യാ
നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്കെല്ലാവർക്കും ഇപ്പോൾ തിരുനാൾ സന്ദേശം ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം.
നടത്താമെന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ മാതൃക അനുസരണ മുകളിൽ നിഴൽ വിരിച്ചു നിന്നപ്പോൾ പാപത്തിന്റെ ഒന്നാകെ ആഴ്ന്നിറങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ ഹൃദയത്തിൽ കാലത്തിന്റെ പൂർണ്ണതയിൽ ഞാനല്ലാതെ പിന്നെ ആര് എന്നൊരു സിനിമ ഡയലോഗ് ട്രെൻഡായി നമ്മുടെയൊക്കെ കാതുകളിലും ഹൃദയങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ദൈവമല്ലാതെ മറ്റാരെന്ന തിരിച്ചറിവിൽ തന്റെ ജീവിതത്തെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ച ഒരു മഹാമനുഷ്യന്റെ തിരുനാളാണ് നാം ഇന്ന് ആചരിക്കുന്നത്. കുതിരപ്പുറത്തിരുന്ന ഭീകരസത്വത്തെ വധിക്കുന്ന കരുത്തുള്ള ആ ചെറുപ്പക്കാരൻ ഒരു പോരാളി തന്നെയാണ്. ചുറ്റും ക്ഷുദ്രജീവികൾ നിറയുമ്പോൾ മനസ്സറിഞ്ഞ വിശ്വാസത്തോടെ ആ പുണ്യവാന്റെ പേര് വിളിച്ചാൽ നിലയ്ക്കാത്ത കുതിരക്കുളമ്പിടി നാളും ചുറ്റിലും ഉയർന്നു കേൾക്കുമെന്നുള്ള ഒരു ധൈര്യം, വിശ്വാസം നമുക്കുണ്ട്. ക്രിസ്ത്യാനിയാകണോ സൈന്യാധിപനാകണോ എന്ന ചക്രവർത്തിയുടെ ചോദ്യത്തിന് മുന്നിൽ മനസ്സാഞ്ചല്യം കൂടാതെ ദൈവത്തെ തള്ളിപ്പറയാതെ സൈന്യത്തിലെ തന്റെ ജോലി രാജിവെച്ച് ഒടുവിൽ തള്ളിപ്പറയാത്ത ആ വിശ്വാസത്തിന്റെ പേരിൽ ഡയോക്ലീഷ്യന്റെ വാൽമുനയിൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടപ്പോൾ അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് എന്റെ ശരീരത്തെ ദ്രോഹിക്കുവാനാകും, പക്ഷെ എന്റെ ആത്മാവിനെ ഒന്ന് തൊടാനാവില്ല. ആ ധൈര്യത്തെ, ആ വിശ്വാസ പ്രഘോഷണത്തെ ഓർത്തെടുക്കുന്ന ഈ പുണ്യദിനത്തിൽ ഏവർക്കും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്, നേരുകയാണ്. വിശുദ്ധന്റെ ജീവിതത്തെ, ചരിത്രത്തെയൊക്കെ ഈ ദിവസങ്ങളിൽ നാം അടുത്തറിഞ്ഞത് തന്നെയാണ്. AD 260-80 ഇടയിൽ ജനിച്ച് നീറോ, ഡൊമീഷ്യൻ, ഷാജൻ തുടങ്ങിയ 10ഓളം ചക്രവർത്തിമാർ അതിതീവ്രമായി സഭയെ പീഡിപ്പിച്ചിരുന്ന, ക്രൈസ്തവ വിശ്വാസികളെ കഴുമരത്തിലെത്തിയിരുന്ന, വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തിരുന്ന, രാജാവിന്റെ ഉദ്യാനങ്ങളിൽ വെളിച്ചമായി ജീവനോടെ വിളക്കുകാലികളായി കത്തിച്ചിരുന്ന മതമർദ്ദന ദശകത്തിൽ രാജാവിന്റെ സൈന്യത്തിന്റെ ഭാഗമായി തീർന്ന് ദൈവാനുഗ്രഹത്താൽ സമർത്ഥനായ യുവാവ് ഒടുവിൽ രാജാവിന്റെ അംഗരക്ഷക സേനയുടെയും തലവനാവുകയാണ്. പക്ഷെ അപ്പോഴും വിശ്വാസത്തെ ഉപേക്ഷിക്കാതെ തന്റെ ജീവൻ നഷ്ടമാകുമെന്നറിഞ്ഞിട്ടും പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം അദ്ദേഹം പകർന്നു നൽകുകയാണ്. ഒരിക്കൽ യാത്രാമധ്യേ ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഒരു ഭീകരതയാളിക്ക് ഇരയായി വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം കണ്ടുമുട്ടുന്നു. പാഞ്ഞെടുക്കുന്ന ഭീകരസത്വത്തെ വധിച്ച് ആ നാടിനെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും നയിച്ച് ദൈവത്തിന്റെ വചനങ്ങൾ പകർന്നു കൊടുത്ത് ഒരു ജനതയെ മുഴുവൻ അദ്ദേഹം ദൈവത്തിന് വേണ്ടി നേടുകയാണ്. ക്രിസ്തുവിനെ ആരാധിക്കണമെന്ന ചക്രവർത്തിയുടെ കൽപ്പനയെ മാനിക്കാതെ ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി ഒടുവിൽ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ തള്ളി. പക്ഷേ ദൈവത്തിനോട് ചേർന്ന് നിന്നവനെ ഒറ്റയ്ക്കാകുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം ഇറങ്ങി വരികയാണ് കാരാഗ്രഹത്തിലേക്ക്, ആ ഇരുട്ടിലേക്ക് വിശുദ്ധ ഗീവർഗീസിന്റെ കൂട്ടായി. അർദ്ധരാത്രിയിൽ പൗലോസിന് മുന്നിൽ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവം തുറന്നതുപോലെ ആ രാത്രിയിൽ ഗീവർഗീസിന്റെ മുന്നിലും ആ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവം തുറക്കുകയാണ്. കണ്ടുനിന്ന കാവൽക്കാരും വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും ബന്ധനസ്ഥനാക്കപ്പെട്ട വിശുദ്ധ ഗീവർഗീസിനെ ശരീരം മുഴുവൻ മാരകമായ മുറിവുകൾ ഏൽപ്പിച്ച് വീണ്ടും കാരാഗ്രഹത്തിൽ തള്ളുന്നു. പക്ഷെ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു, അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു, മുറിവുകൾ പരിപൂർണമായി സുഖപ്പെടുന്നു. വിശുദ്ധന്റെ ജീവന് വേണ്ടി ഡയോക്ലീഷ്യന്റെ പത്നിയായ അലക്സാൻഡ്രിയ യാചിച്ചെങ്കിലും ക്രൈസ്തവ വിശ്വാസം നൽകിയ അലക്സാൻഡ്രിയയും മകളും വധിക്കപ്പെടുകയാണ്. ഒടുവിൽ അപ്പോളോ ദേവനെ ആരാധിക്കുവാനായി ദേവന്റെ വിഗ്രഹത്തിന് മുന്നിൽ വിശുദ്ധ ഗീവർഗീസിനെ കൊണ്ടുവന്ന് നിർത്തുന്നു. സകല നന്മ സ്വരൂപനായ സത്യദൈവത്തിനുള്ള ആരാധനയ്ക്ക് നിനക്ക് അർഹതയുണ്ടോ എന്ന വിശുദ്ധന്റെ ചോദ്യത്തിന് മുന്നിൽ ആ വിഗ്രഹം തകർന്നടിയുകയാണ്, നിലം പതിക്കുകയാണ്. 7 വർഷത്തോളം നീണ്ടു നിന്ന കഠിനമായ പീഡനങ്ങൾക്ക് സഹനങ്ങൾക്ക് ശേഷം ഒടുവിൽ ശിരസ്സറുത്തു മാറ്റപ്പെട്ട് വിശുദ്ധൻ രക്തസാക്ഷിത്വം നൽകി ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ സങ്കേതം കണ്ടെത്തി. ആകാശവും ഭൂമിയും സന്ധിക്കുന്ന ചക്രവാളത്തെ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുമ്പോൾ ഇവയ്ക്കിടയിൽ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമായി വരികയാണെങ്കിൽ തീർച്ചയായും ദൈവത്തെ പ്രതി മനുഷ്യരോടുകൂടെ നിൽക്കുവാൻ കരുളുറപ്പ് കാണിക്കുന്ന ജന്മങ്ങളെയാണ് വിശുദ്ധ ജന്മങ്ങൾ എന്ന് നാം വാഴ്ത്തുക. സാധാരണ മനുഷ്യരോടുകൂടി ജീവിച്ച് സാധാരണ മനുഷ്യർ കടന്നു പോകുന്ന അതേ അനുഭവങ്ങളിലൂടെ കടന്നുപോയി, എന്നാൽ തികച്ചും സാധാരണമായി തീരാവുന്ന തന്റെ ജീവിതത്തെ പ്രാർത്ഥന കൊണ്ടും വിശുദ്ധി കൊണ്ടും ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടും അനിതര സാധാരണമാക്കി മാറ്റിയവരാണ് വിശുദ്ധർ. നമുക്ക് മുന്നിൽ വെളിച്ചത്തിന്റെ സാക്ഷ്യമായി നിലകൊള്ളുന്ന അവരെ തിരുനാളുകളിലൂടെയൊക്കെ നാം ഓർത്തെടുക്കുമ്പോൾ ജാതിമത ഭേദമന്യേ ഏവർക്കും പ്രിയങ്കരനാണ്, പരിചിതനാണ് കുതിരപ്പുറത്തിരിക്കുന്ന ഈ വിശുദ്ധ ഗീവർഗീസ് സെന്റ് ജോർജ്.